മുട്ട പപ്സ് ഒരു വികാരം. നല്ല സ്ട്രോങ് ഒരു ചായ എടുക്കാം. നമ്മൾ നേരത്തെ ഈ മുട്ട കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പ്രോട്ടീൻ ഒക്കെ ഉണ്ടാവും ഒരു ദിവസം ഒരു മുട്ട കഴിച്ചാൽ. അപ്പൊ ഈ മുട്ട പപ്സ് കഴിച്ചാലും ആ പ്രോട്ടീൻ നമുക്ക് കിട്ടൂലേ? മുട്ട പ്രോട്ടീനാണ്, പക്ഷെ അതിന്റെ പുറത്തുള്ള കുറച്ച് സാധനങ്ങൾ അത് മൈദയാണ്. അത് കാലറി ലോഡഡ് ആയിട്ടുള്ള ഒരു പക്ഷെ എന്തൊക്കെ പറയാലോ, മുട്ട പപ്സ് ഒരു വികാരം. നല്ല സ്ട്രോങ് ഒരു ചായ എടുക്കാം. ഇത്രയൊക്കെ വലിയ ആരോഗ്യ അവബോധം ഉണ്ടായിട്ട് നമ്മുടെ ഓപ്പോസിറ്റുള്ള കടയിൽ ഏറ്റവും കൂടുതൽ ട്രെയിൽ കൊണ്ടുവച്ചിരിക്കുന്നത് മുട്ട പപ്സ് ആണ്. എല്ലാ ദിവസവും തീരുകയും ചെയ്യുന്നു അല്ലേ? പല വെറൈറ്റീസ് ഉള്ള ഉണ്ടാക്കി വെച്ചാൽ 1 മണിക്കൂർ അപ്പൊ ഞാൻ ഇത് കഴിക്കുമ്പോൾ എന്റെ ഒരു ആശ്വാസം എന്താന്ന് വെച്ചാൽ, എന്തൊക്കെ നമ്മൾ അൺഹെൽത്തി ആണ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ഹാഫ് പ്രോട്ടീൻ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അല്ല, ഓരോ തലമുറയ്ക്ക് അല്ലെ മുട്ട പപ്സ് തലമുറകളുടെ വികാരമാണ്. ഈ തലമുറ കഴിക്കുന്നു, അടുത്ത തലമുറ അതിന്റെ ഹെൽത്തി വശങ്ങൾ കണ്ടത് ഒഴിവാക്കി പോകുന്നു. അടുത്ത തലമുറ വരുന്നു, അവരും കഴിക്കുന്നു. എപ്പോഴും ഒരു തലമുറ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുട്ട പപ്സുമായിട്ടെന്നുള്ള യാഥാർത്ഥ്യം.